ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ പേട് എന്ന കവിതയിലെ ബാക്കി ഭാഗം നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാം. അപ്പം നോക്കാം. മിട്ടി സിൽക്കർ രംഗ് ബനായേ, അതായത് മണ്ണ് തുന്നി ചേർത്തിട്ട് നിറങ്ങൾ ഉണ്ടാക്കി. മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, സിൽക്കർ തുന്നി ചേർത്തിട്ട് രംഗ് എന്ന് വെച്ചാൽ നിറം ഉണ്ടാക്കി, ബനായേ ഉണ്ടാക്കിയെന്ന്. ഇനി പാനി സിൽ ആകാശ്, വെള്ളം തുന്നിച്ചേർത്ത് ആകാശത്ത് വെള്ളം ഉണ്ടാക്കിയെന്ന്. പാനി എന്ന് വെച്ചാൽ വെള്ളം, സിൽ എന്ന് വെച്ചാൽ തുന്നിച്ചേർത്ത് ആകാശത്ത്. മിട്ടി രംഗ് ഹവ ഹാനി കോ ചോടോ ദിയ തരാശ്, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, രംഗ് നിറം, ഹവ കാറ്റ്, പാനി വെള്ളം, അതിന് ചോടോ ചേർത്തിട്ട്, ചോടോ എന്ന് വെച്ചാൽ ചേർത്തിട്ട്, തരാശ് രൂപപ്പെടുത്തിയിരിക്കുന്നു. പേട് തും, ഇനി അടുത്തത് പേട് തും പേട് നഹിം തും ദർജി, മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണെന്ന്. അടുത്ത സെൻറ്റൻസ് നോക്കാം. തുമ്നെ കിത്തനി സിലെ കിനാരെ, നീ എത്രത്തോളം തീരങ്ങളെ തുന്നിയെടുത്തിരിക്കുന്നു എന്ന്. അതായത് തുമ്നെ നീയെ, കിത്തനെ എത്രത്തോളം, സിലെ കിനാരെ സിലെ എന്ന് വെച്ചാൽ തുന്നിയെടുക്കുക, കിനാരെ തീരങ്ങളെ തുന്നിയെടുത്തിരിക്കുന്നു എന്ന്. കിത്തനി സിലി സെമീനെ, കിത്തനി നീ എത്രത്തോളം ഭൂമിയെ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി എന്ന് വെച്ചാൽ എത്ര, സിലെ തുന്നിച്ചേർത്തിരിക്കുന്നു, സെമീനെ ഭൂമിയെ. അടുത്തത് രംഗ് മഹങ്ക് കി ഹുയി മിസിലായി, അതെന്താണ്, നിറവും സുഗന്ധവും തുന്നിച്ചേർത്തിരിക്കുന്നു എന്ന്. രംഗ് നിറം, മഹങ്ക് സുഗന്ധം, ഹുയി സിലായി തുന്നിച്ചേർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന്. ഫൂൽ സിലെ പശ്മീനെ, പുഷ്പങ്ങൾ തുന്നിച്ചേർത്തിട്ട് നീ ഒരു കമ്പിളി പോലെ ആക്കിയിരിക്കുന്നു. പശ്മീന് കമ്പിളി, ഫൂല് പുഷ്പങ്ങൾ. പേട് തും പേട് നഹിം തും ദർജി, മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണെന്ന്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ആമുമേ ആമക്കെ സ്വാദ് സിലേഹെ, മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് നീ തുന്നിച്ചേർത്തിരിക്കുന്നു. ആമ് മാങ്ങ, സ്വാദ് സ്വാദ്, സിലെ തുന്നിച്ചേർത്തിരിക്കുന്നു. ജാമുൻ മേ ജാമുൻ കെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു, അതായത് ഞാവൽ പഴം, ജാമുൻ എന്ന് വെച്ചാൽ ഞാവൽ പഴത്തിലെ ഞാവൽ പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. ബാഗുമേ ബാഗ് കെ സ്വാദ് സിലേഹെ, ബാഗ് പൂന്തോട്ടം, പൂന്തോട്ടത്തിലെ പൂന്തോട്ടത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തിരിക്കുന്നു. വൻ കെ പേട് മേ വൻ കെ, വനത്തിലെ മരങ്ങളെ നീ തുന്നിച്ചേർത്തിരിക്കുന്നു. വൻ എന്ന് വെച്ചാൽ വനം, പേട് വൃക്ഷങ്ങളെ തുന്നിച്ചേർത്തിരിക്കുന്നു. പേട് തും പേട് നഹിം തും ദർജി, മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണെന്ന്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയ തരാശ്, മണ്ണ് നിറം കാറ്റ് വെള്ളം ഇതിനെ കൂട്ടിച്ചേർത്ത് നീ രൂപപ്പെടുത്തിയിരിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇസ്കാ താൽപര്യ ക്യാ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രംഗ് മഹങ്ക് കി ഹുയി സിലായി ഇസ്കാ മതലബ് ക്യാ ഹെ, രംഗ് നിറവും സുഗന്ധത്തിന് തുന്നിച്ചേർത്തിരിക്കുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. അടുത്ത് നോക്കാം. വൻ കെ പേട് കെ വൻ കെ സ്വാദ് സിലേഹെ, ഇസ്കാ അർത്ഥ ക്യാ ഹെ, വനത്തിൻ്റെ വൃക്ഷങ്ങളെ തുന്നിച്ചേർത്തിരിക്കുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടിയിൽ കൊടുത്തിട്ടുണ്ട്. കവിതയ്ക്ക് പേട് കിൻ കിൻ കോ സിലാത്തെ ചുൻകർ നീച്ച്, കവിതയിലെ വൃക്ഷങ്ങൾ എന്തിനെയൊക്കെയാണ് തുന്നിച്ചേർത്തിട്ടുള്ളതെന്ന്. അതായത് ഗർ ഗോസലെ, ഗർ എന്താണ്, ഗർ എന്തിനെയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്, കവിതയിലെ പേട് ഖവായിയും ഗോസലെ, പിന്നെ എന്താണ് കിനാരെ, പിന്നെ എന്താ പറഞ്ഞത്, ഫൂല് പുഷ്പ്, പിന്നെ സെമീൻ ഭൂമി, ഇതിനെയൊക്കെയാണ് ഇതിൽ തുന്നിച്ചേർത്തിരിക്കുന്നത്. ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരാതി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.